ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് പോണത് ഒരു ബീച്ചിലേക്കാണ്. ബീച്ചിൻ്റെ പേര് മർസാന ബീച്ച് എന്നാണ്. ലൊക്കേറ്റഡ് ഇൻ ഹുദരിയാത്ത് ഐലൻഡ്. നമ്മൾ പറയുമ്പോൾ ഹുദരിയാത്തിൽ പോകണമെന്നാണ് പറയാറ് കേട്ടോ. ബസ്സിൽ നല്ല AC ആയിരുന്നു കേട്ടോ. സഹിക്കാൻ പറ്റാത്ത കാരണം എനിക്ക് ഡയറക്റ്റ് ആ AC-യുടെ ഇതടിച്ചിരുന്നത് കാരണം ഞാൻ ബാഗ് ഇട്ടിരിക്കുകയാണ് തണുത്തിട്ട്. അപ്പോൾ ഞങ്ങളൊരു 3 മണി 2:30 ആയപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടാ. അപ്പോൾ ഈ ബസ്സിലുള്ളവരെല്ലാവരും അവിടേക്ക് തന്നെയായിരുന്നു. ഞങ്ങൾ ഇതിന് മുന്നൊരു വട്ടം ആ ബീച്ചിൽ പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അവിടെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും അവിടെ പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് അവിടെ എത്താറായിട്ടുണ്ട്. അപ്പോൾ എത്താറാവണേക്കാൾ മുന്നേ ജസ്റ്റ് നല്ലൊരു വ്യൂ കണ്ടപ്പോൾ എടുത്തതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ ഫോണിൽ എടുക്കണേക്കാളും ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മർസാന ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ ബസ് സ്റ്റോപ്പ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബസ്സിൽ കയറാം, ഇവിടെ ഇറങ്ങാം, നടക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ട്രാവൽ ചെയ്തിട്ട് വരാം. ബസ്സിൽ വരുന്നവർക്ക് ബസ്സിൽ വരാം, കാറിൽ വരുന്നവർക്ക് കാറിലും വരാം. കാരണം അത്രയധികം ഇവിടെ പാർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു വൈഡ് പാർക്കിംഗ് ഏരിയ തന്നെയാണ്. പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഓരോരോ ഗെയിംസൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യം വന്നപ്പോൾ കുറച്ച് കുട്ടികൾ മാത്രമേ, 1-2 കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് ഈ സ്ഥലത്തൊക്കെ നിറച്ച് പിള്ളേരായി. പിന്നെ ഇത് കൂടാതെ തന്നെ കുട്ടികൾക്ക് നല്ല സ്പ്ലാഷ് പാർക്ക് ഉണ്ട്, പിന്നെന്താ സ്വിമ്മിങ് പൂളുണ്ട്. അങ്ങനെ നമുക്ക് കുട്ടികൾക്ക് തന്നെയല്ല, നമുക്ക് വലിയൊരു കായലും നന്നായി എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് കേട്ടോ അത്. നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഫാമിലി ആയിട്ട് വന്ന് ഇവിടെ അങ്ങനെ കുറേ നേരം ഇരുന്ന് കടലിൽ വേണമെങ്കിൽ കടലിൽ കുളിച്ച് ഫ്രഷ് ആവണമെങ്കിൽ അവിടെ ഫ്രഷ് ആവാം. നല്ല അടിപൊളി ക്ലീൻ ആയിട്ടുള്ള നല്ല വാഷ്റൂംസൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഡ്രസ്സും തൂക്കി പോകുന്നത്. കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഞങ്ങളിവിടെ കുളിച്ച് ഒക്കെ ആണ് പോയത്. അപ്പോൾ ഈ വട്ടം വന്നു, പക്ഷെ ഞാൻ ഇറങ്ങിയില്ല. ഭയങ്കര തണുപ്പായിരുന്നു വെള്ളത്തിന്, അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. മോനും കുറച്ച് നനഞ്ഞ്, പിന്നെ അവനും തണുത്തിട്ട് അവൻ ഇറങ്ങിയില്ല. അപ്പോൾ ഏട്ടൻ മാത്രം ഒന്ന് ഇറങ്ങി പോന്നു. ഞങ്ങൾ ഇറങ്ങാത്ത കാരണം അധികം നേരം ഏട്ടൻ നിന്നില്ല കേട്ടോ. അപ്പോൾ ഈ സൺസെറ്റ് കാണാമെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയെ അടിപൊളി, എന്താ ഭംഗിയെന്നറിയോ കാണാൻ.
അപ്പോൾ അബുദാബിയിൽ ആരെങ്കിലും ഈ ബീച്ച് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. നല്ല ബീച്ചാണ്, ഫ്രീ എൻട്രി ആണ്, നന്നായി എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.